കളങ്കാവൽ നമ്മുടെ മെഗാസ്റ്റാർ ഇന്ത്യ കണ്ട മാപ്പെരും നടികർ മമ്മൂക്കയുടെ കളങ്കാവൽ ഫൈനലി OTT വന്നിട്ടുണ്ട്. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ OTT വന്നപ്പോ ഈ സിനിമയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ഈ സിനിമയെ പറ്റിയിട്ട് ആകെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പറഞ്ഞ ഞാൻ മാത്രമായിരുന്നു. എനിക്ക് അന്നും ഇന്നും ഇതൊരു മിഡ് പടം അല്ലെങ്കിൽ മിഡിന് താഴെ നിൽക്കുന്ന പടം അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അതിന് എനിക്ക് എന്റേതായ പേഴ്സണൽ റീസൺസ് ഉണ്ട്. സോ ഈ സിനിമ ചിലർക്ക് ഒരു 1 തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുത്ത സാധനമായിരിക്കും. ഇഫ് യു ഹാവ് ഇൻ വാച്ച് ദഹാദ്, ഭഗവത് ചാപ്റ്റർ 1, രാക്ഷസ്, ഈ രണ്ടെണ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ 100% നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിറ്റോ സാധനം തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിനിമയിലും 10-30 സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് കൊല്ലുന്ന സൈനൈഡ് മോഹനന്റെ കഥയാണ് പറഞ്ഞു പോണത്. അതന്നെയാണ് ദഹാദിലും. അതായത് സോനാക്ഷി സിൻഹയുടെ ഒരു സീരീസ് ഉണ്ട്, എനിക്കൊരു 2022 എന്തോ ഇറങ്ങിയതാണ്, ആമസോൺ പ്രൈമിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് ഒരു ബെഞ്ച് മാർക്ക് സാധനമാണ്. ലിറ്ററലി ദാറ്റ്സ് എ ബെഞ്ച് മാർക്ക്. ഈ 10-30 കില്ലിങ്സ് ഒന്നും അതിൽ കാണിക്കില്ല. ഒരു 5-6 കില്ലിങ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഓരോ എപ്പിസോഡിലും അത്യാവശ്യം കിടുവായിട്ട് അവർ ഡീറ്റെയിലിംഗ് തരുന്നുണ്ട്. എന്നാൽ ഇതിലെങ്ങനെയാണ്, മമ്മൂട്ടി പുക വിടുന്നു, ഒരു പെണ്ണിന്റെ ഒപ്പം പോകുന്നു, ആ പെണ്ണ് ചത്ത് കിടക്കണ കാണുന്നു. അടുത്ത മിനിറ്റിൽ മമ്മൂട്ടി ബസ്സിൽ വേറൊരു പെണ്ണിന്റെ ഒപ്പം കാണുന്നു, ട്രെയിനിൽ വേറൊരു പെണ്ണിന്റെ ഒപ്പം കാണുന്നു, അതുപോലെ കാറിൽ വേറൊരു പെണ്ണിന്റെ ഒപ്പം കാണുന്നു. എവിടെ ഡീറ്റെയിലിംഗ്? എവിടെ? അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു മിസ്. ഡീറ്റെയിലിംഗ് ഇല്ല. ഇവൻ ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് അത് നോക്കുകയാണെങ്കിലും അതിൽ ഒരു പെങ്കൊച്ചായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം, വേറെ ഒന്നും കാണിക്കുക. ബട്ട് ദാറ്റ് വാസ് നൈസ്. അതില് നമ്മുടെ പഞ്ചായത്ത് സീരീസിൽ സച്ചിൻജി ആളുടെ ഫ്ലേർട്ടിംഗ് സ്കിൽ ഉണ്ടായില്ല, അത് പെട്ട സാധനമായിരുന്നു. ഇതില് മമ്മൂട്ടിയുടെ ഇൻട്രോ വിത്ത് ദാറ്റ് BGM ആൻഡ് വട്ടത്തിൽ പുകവിടൽ, ദാറ്റ് വാസ് നൈസ്. അത് കിടു സാധനമായിരുന്നു. ലിറ്ററലി ദാറ്റ് വാസ് ഓസം. പക്ഷെ പിന്നീട് അങ്ങോട്ട് പണം ഭയങ്കര ഫ്ലാറ്റ് ആണ്. എനിക്ക് തോന്നിയത് ഞാൻ പറയാം, ഞാൻ തിയേറ്ററിൽ കിടന്ന് ഉറക്കമാണ് എനിക്ക് വന്നത് പേഴ്സണലി. ശുഭരാത്രി ഗുഡ് നൈറ്റ്, ഇതാണ് എനിക്ക് തോന്നിയത്. പിന്നീട് പടം ഏതെങ്കിലും ഒരു മൊമെന്റ് മമ്മൂട്ടി വരുമ്പോ ഓണാവും, വീണ്ടും സുഖരാത്രി ഗുഡ് നൈറ്റ്. വിനായകന്റെ കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ മിസ്കാസ്റ്റ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേരുടെ പെർഫോമൻസ് ഭയങ്കര ആർട്ടിഫിഷ്യൽ പറഞ്ഞാൽ വായയിൽ കൊഴുക്കട്ടിയും തിരികിയിട്ട് ഡയലോഗ് പറയുന്ന പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അത് ദാറ്റ് വാസ് അൺഅക്സെപ്റ്റബിൾ. ഒരു ഭാഗത്ത് മമ്മൂട്ടി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, എന്നാൽ വിനായകൻ ഭയങ്കര ആർട്ടിഫിഷ്യൽ പറഞ്ഞ എക്സ്ട്രീം ലെവൽ ആർട്ടിഫിഷ്യാലിറ്റിയാണ് കാണിച്ചത്. ഈ ദഹാദില് സോനാക്ഷിയാണ് കേസ് അന്വേഷിക്കുന്നത്, വിജയ് വർമ്മനാണ് അതില് വില്ലനായിട്ട് വരുന്നത്. പക്ഷെ വിജയ് വർമ്മന്റെ പെർഫോമൻസ് കിടുവായിരുന്നു. വിജയ് വർമ്മന്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സൈഡും അവർ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ വിജയ് വർമ്മന്റെ ഭാര്യയ്ക്ക് വേറൊരു അഫെയർ ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആളുടെ ഇമോഷണൽ സൈഡ് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഒരു മിനിറ്റിൽ മമ്മൂട്ടി ഒരു പെണ്ണിന്റെ ഒപ്പമാണെന്ന് വെച്ചാൽ അടുത്ത മിനിറ്റിൽ വട്ടത്തിൽ പുക വിടുന്നു, ബസ്സിൽ വേറൊരു കൊച്ചിന്റെ ഒപ്പം, വീണ്ടും വട്ടത്തിൽ പുക വിടുന്നു, വേറൊരു കൊച്ചിന്റെ ഒപ്പം. എത്ര കിടു കാസ്റ്റ് ഉണ്ട്. രജീഷ വിജയൻ ഉണ്ട്, ആ പരസ്പരത്തിലെ കൊച്ചുണ്ട്, ശ്രുതി രാമചന്ദ്രൻ ഉണ്ട്. ഇവിടെ ആർക്കാണ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുള്ളത്? രജീഷയ്ക്ക് എന്ത് പെർഫോം ചെയ്യാനുള്ള സ്പേസാണ് കിട്ടിയിട്ടുള്ളത്? മറ്റേ പരസ്പരത്തിലെ കൊച്ച് ആക്ച്വലി ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു ആക്ടറാണ്, പക്ഷെ പെർഫോമൻസ് ഒക്കെ വൻ ചോകം തന്നെയായിരുന്നു. ശ്രുതി രാമചന്ദ്രൻ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഉണ്ട്, ദാറ്റ് വാസ് നൈസ്. നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് സീക്വൻസ് ദാറ്റ് വാസ് നൈസ്. ബാക്കി ഈ സിനിമയിൽ ഒന്നുമില്ല. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ വന്നിട്ട് എന്താണ്, മറ്റേ നായിക വന്നിട്ട് രജീഷയുടെ ഇമോഷണൽ സൈഡ് കണ്ടിട്ട് കള്ളനെ പിടിക്കേണ്ട അല്ലെങ്കിൽ കൊലപാതകയെ പിടിക്കേണ്ട വേണ്ടിട്ട് വിട്ടിട്ട് പോണ വിനായകനെയാണ് കാണിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഫൈറ്റും പരിപാടിയൊക്കെ ആയിട്ട്. തിയേറ്ററിൽ കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഇത്രയും നേരം നിർഗുണ ആ ഒരു ലെവലിൽ പോയിട്ട് ഒരു കമേഴ്ഷ്യൽ എലിമെന്റ് കാണുമ്പോൾ ദാറ്റ് വാസ് നൈസ്. OTT കണ്ടപ്പോൾ അഗെയിൻ അതും ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ഈ വട്ടത്തിൽ പുകവിടൽ ഒരു 10 വട്ടം ചെയ്തു വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അത് കിഡു സാധനമാണ്, അയ്യോ വൻ സാധനമാണ്, അയ്യോ ഷോക്കിംഗ് ആണ്, മറ്റേ തോറിന്റെ തണ്ടറാണ്, അങ്ങനെയൊക്കെ തോന്നുന്നു. നമ്മളല്ലേ ദഹാദ് വൻ കിഡു സാധനമായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും കണ്ടു നോക്കിയാലും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും കിടുവായിട്ടാണ് അവർ ഓരോ സാധനം ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ കള്ളനെ മറ്റേ വിജയ് വർമ്മന്റെ ക്യാരക്ടറെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ഇതിൽ നമുക്ക് ഒരു ടെൻഷനും ഫീൽ ചെയ്യില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇത്രയും കൊല്ലത്തിന് മുമ്പ് കണ്ട മമ്മൂട്ടിയുടെ ഫോട്ടോ എങ്ങനെയാണ് അയാൾ വരച്ചു കൊടുത്തതെന്നാണ്. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നില്ല. ഈ ഞാൻ മറ്റേ ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റ് വന്ന് ഇതൊക്കെ ഏത് കാലം, ഏത് നൂറ്റാണ്ട്, അതാണ് മനസ്സിലാവാത്തത്. പിന്നെ ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് ദഹാദിന്റെ 7 എത്താത്തൊരു സിനിമയാണ്. സ്റ്റിൽ ഐ ഫൈൻഡ് ഇറ്റ് ബെറ്റർ ദാൻ കളങ്കാവലില് ആകെ സിനിമയെ ഷോൾഡർ ചെയ്ത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രമാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതാണോ രാക്ഷസ നടികർ, മാപ്പെരും നടികർ, അങ്ങനെ സാധനമാണോ ചോദിച്ചാൽ നോ.
അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. ദാറ്റ് വാസ് അഗെയിൻ എ നൈസ് പെർഫോമൻസ്. നൈസിന്റെ മുകളിലൊന്നും പോയിട്ടില്ല. ഭ്രമയുഗത്തിൽ നമ്മൾ കണ്ടതാണ് മമ്മൂട്ടിക്ക് എന്തൊക്കെ പറ്റുന്നത്. അത്രയൊന്നും ഒരു ഇതും വന്നിട്ടില്ല. ഇതിലും ബെസ്റ്റ് പെർഫോമൻസ് 2025 ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രയും ഹൈപ്പ് എന്ന് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നെങ്കിൽ ഈ സീരീസ് ഒന്നും അല്ലെങ്കിൽ ഈ സിനിമയൊന്നും കാണാത്ത ആൾക്കാരായിരിക്കും ഇത് പോയി കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇറ്റ്സ് ഈദർ എ PR വർക്ക്.